നീളത്തിലരിച്ച് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇച്ചിരി നൈസായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. ഇത് ഇച്ചിരി കട്ടി കൂടുതലാണ്. ഇത് നൈസായിട്ട് അരിഞ്ഞെടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്യുകയും ചെയ്യാം. ഇത് ഞാൻ മെഴുക്കുരുട്ടിക്ക് വേണ്ടി അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇച്ചിരി മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഞാനിത് പച്ചമുളക് അരിഞ്ഞിട്ടില്ല. കാര്യം കുഞ്ഞിനുള്ളതുകൊണ്ട് അവന് പച്ചമുളക് എരിവല്ലേ. പിന്നെ ഞാനൊരു സവോള അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് പത്തലമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ആദ്യം സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടിട്ടൊന്ന് വഴഞ്ഞ ശേഷം നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു ശകലം കൂടെ പെട്ടെന്ന് നമുക്ക് ഇച്ചിരി ടേസ്റ്റ് കിട്ടും. മൊത്തം സവോളയും കൂടെ ഇടുന്നേക്ക് മുമ്പ് ഞാനതിനകത്ത് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വേവിക്കാം. ലേശം കരിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊന്നും ഇല്ല, അതുകൊണ്ടാണ് കറിവേപ്പില ഇപ്പം ഇട്ടില്ല. മതി. ഇനി നമുക്ക് പൊടിയും കൂടെ നമുക്ക് ഇതിനകത്ത് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത്ര ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നാലേ അത് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് ടേസ്റ്റിന് വ്യത്യാസം വരും. ചെറിയൊരു തീയിലിട്ടങ്ങ് വേവിച്ചെടുത്താൽ മതി. അതുപോലെ ഇച്ചിരി ചൂടുകട്ടിയുള്ള പാത്രം ആകുമ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കത്തില്ല. ഇത് സിമ്മിലിട്ട് വേവിച്ചാൽ മതി. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ ഇതിപ്പോൾ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി വേവട്ടിരിക്കുന്നു. ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഇളക്കി. ഇപ്പോൾ ഇതാ അതിൻ്റെ പരുവം കേട്ടോ. ഒരുപാട് അവിഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കണം. ഇതിൻ്റെ കറക്റ്റ് പരുവം.